മലപ്പുറത്ത് 49,906 +1 സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 10,897 പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയിട്ടില്ല. MSF നടത്തുന്നത് പ്ലാൻ ചെയ്ത സമരമാണ്. വിഷയം മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നു. 14,037 പേർ മാത്രമാണ് മലപ്പുറത്ത് ഇനി +1 അഡ്മിഷൻ കാത്തിരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ആകെ 49,906 സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടി. അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ 10,897. മെറിറ്റിൽ ഇനി 5,745. ആകെ ഒഴിവുകളെന്ന് പറയുന്നത് 21,550. അൺഎയ്ഡഡ് സീറ്റുകൾ നമ്മൾ ഒഴിവാക്കിയാൽ ഒഴിവാക്കാം തന്നെ 11,083 സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയാൻ കാരണം പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. വിവരങ്ങൾ നൽകാൻ ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗോപാൽ, ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങളും ആരോപണങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്താം. ഇന്നലെ SFIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി VP സാനു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, മലബാർ ജില്ലകളിൽ +1 സീറ്റുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിച്ചില്ലെങ്കിൽ SFI സമര രംഗത്തേക്ക് ഇറങ്ങും എന്നാണ്. അപ്പോൾ ഇപ്പോൾ മന്ത്രി പറയുന്ന ഈ കണക്കുകൾ വസ്തുതകളുമായി യോജിച്ചതാണോ? രേഷ്മ പറഞ്ഞു തുടങ്ങിയത് തന്നെ SFIയുടെ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. SFI ഇപ്പോഴാണോ സമരം ചെയ്യേണ്ടത് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും സമരത്തിൽ ഇറങ്ങേണ്ടി വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ മലബാറിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. മലബാറിൽ നിന്നുള്ള ഒരു SFI നേതാവായിട്ടുള്ള, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള SFI നേതാവായിട്ടുള്ള VP സാനുവാണ് ഇന്നലെ പ്രസ്താവന പറഞ്ഞത്. മലപ്പുറത്ത് ഇത്തരത്തിലൊരു പ്രശ്നമില്ല എന്ന് മന്ത്രി ആവർത്തിക്കുമ്പോഴും ആ പ്രശ്നമുണ്ട് എന്ന് തന്നെ പറഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ജില്ലയിലുള്ളത്. മന്ത്രി കണക്കുകളൊക്കെ നിരത്തി തന്നെയാണ് ഇന്ന് സംസാരിച്ചത്. മലപ്പുറം ജില്ലയിൽ നിലവിൽ 49,000 മൊത്തത്തിലുണ്ടായിരുന്ന അപേക്ഷകരുടെ എണ്ണം 74,840 ആയിരുന്നു. അതിൽ 49,000-ഓളം വിദ്യാർത്ഥികളാണ് 3 ഘട്ടത്തിലെ അലോട്ട്മെന്റുകൾ കഴിയുമ്പോൾ മൊത്തത്തിലുള്ള എല്ലാ മേഖലകളിൽ നിന്നും അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അതിൽ കൃത്യമായി പറയുകയാണെങ്കിൽ മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി, സ്പോർട്സ് കോട്ട എല്ലാം ഉൾപ്പെടെയാണ് ഈ കണക്ക് മന്ത്രി ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ 10,083 അത്രയും വിദ്യാർത്ഥികൾ, 10,083 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും, ഏതെങ്കിലും സ്കൂളിൽ ഈ 3 ഘട്ടങ്ങളിലായി അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളാണെന്നും ആ സീറ്റുകൾ കൂടി മാറ്റിയാൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും മന്ത്രി ആവർത്തിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ അൺഎയ്ഡഡ് സീറ്റുകളുമായി ബന്ധപ്പെട്ട കണക്കുകളായിരുന്നു മന്ത്രി ഇത്ര നാളും പറയുന്നത് എന്നൊരു ആരോപണം വലിയ തോതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിച്ചു നിർത്തിയുള്ള 11,083 സീറ്റുകൾ മൊത്തത്തിൽ ഇനി ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും 5,545 മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് മൊത്തത്തിൽ ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. സ്പോർട്സ് കോട്ടയിൽ 365, കമ്മ്യൂണിറ്റി കോട്ടയിൽ 3,759 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ബാക്കിയുള്ള 5,091 സീറ്റുകൾ അത് മാനേജ്മെന്റ് കോട്ടയിലാണ്. എല്ലാവർക്കും മാനേജ്മെന്റ് കോട്ടയിലൊക്കെ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ കഴിയുമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. ആ കണക്കുകൾ കൂടി ഇതിൽ ചേർത്തുകൊണ്ട് മന്ത്രി ഇന്നൊരു രേഖ അല്ലെങ്കിൽ കണക്ക് പുറത്തുവിടുന്നത്. അതിനോടൊപ്പം തന്നെ 21,550 അൺഎയ്ഡഡ് സീറ്റുകളാണ് ജില്ലയിൽ മൊത്തത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ആ സീറ്റുകൾ കുറച്ചു നിർത്തിയാൽ പോലും 11,000 സീറ്റുകൾ നിലവിലുണ്ട് എന്നും നിലവിൽ പറയപ്പെടുന്ന പ്രതിസന്ധി ജില്ലയിൽ ഇല്ല എന്നുമാണ് വീണ്ടും മന്ത്രി ആവർത്തിക്കുന്നത്. കൂടാതെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള 10,897 വിദ്യാർത്ഥികൾ അവർ അഡ്മിഷൻ നേടാത്തവരാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷവും സ്കൂളുകളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളാണ്. അതും മിച്ചമുള്ള 11,000 സീറ്റുകളും കൂടി ചേർത്താൽ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും യഥാർത്ഥ കണക്കുകൾ പ്രകാരം 14,000 വിദ്യാർത്ഥികൾ മാത്രമാണ് ജില്ലയിൽ പുറത്ത് അഡ്മിഷൻ കിട്ടാതെ ബാക്കി നിൽക്കുന്നത്. അതിൻ്റെ കൃത്യം കണക്ക് 14,037. ആ കണക്കിലുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് അഡ്മിഷൻ കിട്ടാതെ മലപ്പുറം ജില്ലയിൽ പുറത്തു നിൽക്കുന്നതെന്നുമാണ് മന്ത്രിയുടെ വാദം.
അതേസമയം തന്നെയാണ് മറുവശത്ത് 32,000-ഓളം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണക്കുകൾ തമ്മിൽ ചേരാത്തത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മന്ത്രി 14,000 എന്ന കണക്ക് പറയുന്നു. രേഖകൾ പ്രകാരവും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് 32,000-ഓളം വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾ പോലും 3 അലോട്ട്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷവും പുറത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്.